ഇന്ന് നമുക്ക് മമ്മൂട്ടിയും വിനായകനും കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന കളങ്കാവൽ എന്ന സൈക്കോ ത്രില്ലർ മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, വിധവയായവർ, ഡിവോഴ്സ് ആയവർ, വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാത്ത സ്ത്രീകൾ, ഇങ്ങനെയുള്ള കാറ്റഗറിയിൽ വരുന്നവരെ എല്ലാവരെയും കണ്ടെത്തി അവരെ പ്രണയിച്ച് അവരെ ഒരു ലോഡ്ജിലേക്ക് കൊണ്ടുപോയി അവരുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട് ഗർഭനിരോധന ഗുളികയിൽ സൈനൈഡ് കലർത്തി കൊലപ്പെടുത്തുന്ന പോലീസ് ഇൻസ്പെക്ടറായ ഒരു സൈക്കോ. ആ ഒരു സൈക്കോയെ കണ്ടെത്തുവാനായിട്ടുള്ള അന്വേഷണത്തിൽ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമുണ്ടത്രേ. പോലീസുകാരനായ ഈ ഒരു സൈക്കോ പിടിക്കപ്പെട്ടോ എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ 2005 കാലഘട്ടം നാഗർകോവിലാണ് കാണിക്കുന്നത്. അവിടെ കഥാനായകനായ സ്റ്റാൻലി ദാസ് തന്റെ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം ഇരുന്ന് TV കാണുകയായിരുന്നു, അതും രാത്രി സമയം. അപ്പോൾ സ്റ്റാൻലിക്ക് ഒരു കോള് വരികയാണ്. എത്രയും വേഗം ഓഫീസിലേക്ക് എത്തണമെന്നായിരുന്നു സ്റ്റാൻലിയെ വിളിച്ചാൽ പറഞ്ഞിരുന്നതും. ഉടനെ തന്നെ സ്റ്റാൻലി ഭാര്യയോടും മക്കളോടും യാത്ര പറഞ്ഞ് ഓഫീസിലേക്ക് പോകുന്നു. സത്യത്തിൽ സ്റ്റാൻലി പോയത് ഓഫീസിലേക്കൊന്നും ആയിരുന്നില്ല. സ്റ്റാൻലി തന്റെ കള്ള കാമുകിയെ ദീപയെ കാണുന്നതിന് വേണ്ടിയിട്ട് പോയതാ. ദീപയും കൊണ്ട് സ്റ്റാൻലി നേരെ പോയി ലോഡ്ജിൽ റൂം എടുക്കുന്നു. രണ്ടാളും അവിടെ വെച്ച് ഫിസിക്കൽ റിലേഷൻഷിപ്പിലൊക്കെ ഏർപ്പെടുകയും ഒക്കെ ചെയ്യും. എന്നാൽ എല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയം ഒരു ന്യൂസ് ദീപ കേൾക്കുകയാണ്. സ്വത്തിന് വേണ്ടിയിട്ട് ഒരു സഹോദരൻ തന്റെ മറ്റൊരു സഹോദരനെ കൊന്നു എന്ന്. അത് കേട്ട് ദീപ പറയുന്നത്, ആളുകളെല്ലാം എന്താ ഇങ്ങനെ കൊല്ലും കൊലയും ഒക്കെ അവർക്കൊക്കെ എങ്ങനെ കഴിയുന്നു എന്താണ് ദീപ പറയുന്നത്. എന്നാൽ അത് കേട്ട് സ്റ്റാൻലി പറയുന്നതോ, കൊല്ലേണ്ട സാഹചര്യം വന്നാൽ കൊല്ലാതെ പിന്നെ എന്ത് ചെയ്യുമെന്ന് സ്റ്റാൻലി പറയുമ്പോഴോ, പറയുന്നത് കേട്ടാൽ ആരെയൊക്കെ കൊന്നതുപോലെയാണല്ലോ എന്നും ദീപ ചോദിക്കുന്നു. കൊന്നിട്ടുണ്ട്, ഒരു 2-3 പേരെ കൊന്നിട്ടുണ്ടെന്നും സ്റ്റാൻലി പറയുന്നു. വിചാരിക്കുന്നത് പോലെ ഒരാളിനെ കൊല്ലുന്നത് അത്ര എളുപ്പമൊന്നുമല്ല എന്നും സ്റ്റാൻലി പറയും. എന്നിട്ട് സ്റ്റാൻലി കൊല്ലുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് ദീപയുടെ ഷോള് അവളുടെ കഴുത്തിലേക്ക് ചുറ്റുന്നു. എന്നാൽ ദീപയാണെങ്കിലോ സ്റ്റാൻലി അത്ര ഇഷ്ടമായതുകൊണ്ട് തന്നെ സ്റ്റാൻലി ചെയ്യുന്നതെല്ലാം തമാശയാണെന്ന് കരുതിയിരിക്കും. എന്നാൽ സ്റ്റാൻലി ആ ഒരു പിടുത്തം അങ്ങ് മുറുക്കുകയും ചെയ്യുന്നു. അതോടുകൂടി സ്റ്റാൻലിയുടെ കയ്യിൽ കിടന്ന് ആ ഒരു ഷോളിൽ മുറുകി ദീപ മരണപ്പെടുകയും ചെയ്യുന്നു. സ്റ്റാൻലി മനഃപൂർവ്വം അവളെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ആ ഒരു ട്രിക്ക് പ്രയോഗിച്ചതാ. എന്നിട്ട് തന്റെ കൈവശമുണ്ടായിരുന്ന വലിയ ബാഗിൽ ദീപയെ പാക്ക് ചെയ്യുകയും വണ്ടിയുടെ ഡിക്കിയിലിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ആ ഒരു സീൻ അവിടെ കട്ടായി. 2012 കാലഘട്ടം തിരുവനന്തപുരമാണ് കാണിക്കുന്നത്. മതപരമായിട്ടുള്ള എന്തോ വലിയ പ്രശ്നം നടക്കുന്നു. ആ പ്രശ്നം നടക്കുന്ന സ്ഥലത്തേക്ക് സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ജയകൃഷ്ണനും എത്തുന്നുണ്ട്. പ്രശ്നമുണ്ടാകുവാനായിട്ടുള്ള കാരണം എന്തെന്നാൽ, വിമൽ എന്ന പയ്യന്റെ സഹോദരി ഒരു ലെറ്ററും എഴുതി വെച്ച് ഒളിച്ചോടി പോയി. എന്നാൽ വിമലിന്റെ സംശയം യൂസഫ് എന്ന പയ്യനെയാണ്. യൂസഫ് ആണെങ്കിലോ ഒരു പ്ലേ ബോയിയാ. നാട്ടിലൊക്കെ അവനെക്കുറിച്ച് മോശമായിട്ടാണ് പറയുന്നതും. യൂസഫാണ് തന്റെ സഹോദരിയെ കൊണ്ടുപോയതെന്ന് സംശയിച്ചാണ് യൂസഫിന്റെ വീട്ടിൽ കയറി വിമലും കൂട്ടരും പ്രശ്നമുണ്ടാക്കിയത്. അതാണ് വലിയ മതപ്രശ്നമായി മാറിയിരിക്കുന്നതും. എന്നാൽ പോലീസ് അന്വേഷിക്കുന്ന സമയത്താണ് യൂസഫും വിമലിന്റെ സഹോദരിയും തമ്മിൽ യാതൊരുവിധ അടുപ്പവുമില്ല എന്നും വിമലിന്റെ സഹോദരി ഒളിച്ചോടി പോകുന്ന സമയത്ത് യൂസഫ് അവിടെ തന്നെ ഉണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തുന്നു. മാത്രവുമല്ല, വിമലിന്റെ സഹോദരിയുടെ കോൾ ഡീറ്റെയിൽസ് ഒക്കെ സൈബർ സെല്ല് വഴി പരിശോധിച്ച് നോക്കുന്ന സമയത്ത് വിമലിന്റെ സഹോദരിയെ സ്ഥിരമായിട്ട് ഒരു നമ്പറിൽ നിന്നും ആരോ വിളിച്ചിരുന്നുവെന്നും കണ്ടെത്തുകയാണ്. അങ്ങനെ ആ ഒരു നമ്പറിന്റെ ഡീറ്റെയിൽസ് എടുക്കുന്ന സമയത്ത് തമിഴ്നാട്ടിലെ സ്റ്റീഫൻ എന്നൊരാളിന്റെ നമ്പറിൽ നിന്നാണ് കോള് വന്നതെന്നും മനസ്സിലാകുന്നു. അങ്ങനെ ജയകൃഷ്ണനും ടീമും തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ സ്റ്റേഷനിലുള്ള കോൺസ്റ്റബിൾ വഴി സ്റ്റീഫന്റെ കാര്യം വിമൽ അറിയുന്നു. ജയകൃഷ്ണനും ടീമും തമിഴ്നാട്ടിൽ എത്തുന്നതിന് മുൻപ് തന്നെ വിമലും കൂട്ടരും അവിടെ എത്തി സ്റ്റീഫനെ പിടികൂടും. എന്നിട്ട് അവനെ കൊണ്ടുപോയി ഒരുപാട് തല്ലും. എന്റെ സഹോദരി എവിടെയെന്ന് ചോദിച്ചാണ് സ്റ്റീഫനെ തല്ലുന്നതും. നിങ്ങളുടെ സഹോദരി എനിക്ക് അറിയേയില്ല എന്ന് സ്റ്റീഫൻ എത്ര കെഞ്ചി പറഞ്ഞിട്ടും വിമൽ കേൾക്കുന്നതേയില്ല. അതേ സമയത്തായിരുന്നു ജയകൃഷ്ണനും ടീമും സ്റ്റീഫനെ കണ്ടെത്തി അവിടേക്ക് എത്തുന്നതും. ജയകൃഷ്ണനെ കണ്ടതും വിമലും കൂട്ടരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. അങ്ങനെ ജയകൃഷ്ണൻ സ്റ്റീഫനെ പിടികൂടും. ഇത് നിന്റെ നമ്പറാണെന്ന് ചോദിക്കുന്ന സമയത്ത്, ഇത് എന്റെ നമ്പറല്ല, എന്റെ വല്യമ്മയുടെ മകളുടേതാ. എന്റെ ID പ്രൂഫ് വെച്ചാണ് അവൾ സിം എടുത്തതെന്നും സ്റ്റീഫൻ പറയുന്നു. നിന്റെ വല്യമ്മയുടെ മകൾ ഇപ്പോൾ എവിടെയുണ്ടെന്ന് ജയകൃഷ്ണൻ ചോദിക്കുമ്പോഴോ, അവൾ ലെറ്ററും എഴുതി വെച്ച് ആരെയും കൂടെ ഒളിച്ചോടിപ്പോയി കുറേ മാസങ്ങളായെന്നും സ്റ്റീഫൻ പറയുന്നു. അങ്ങനെ ജയകൃഷ്ണൻ നേരെ എത്തുന്നത് ആ നാട്ടിലെ പോലീസ് സ്റ്റേഷനിലേക്കാ. സ്റ്റീഫന്റെ ഒളിച്ചോടിപ്പോയ വല്യമ്മയുടെ മകളെക്കുറിച്ച് അന്വേഷണവും ആരംഭിച്ചു. എന്നാൽ പോലീസ് ഓഫീസർ പറയുന്നത്, ആ കുട്ടിയെ കാണാതായതിന്റെ കേസ് ഇവിടെ കിട്ടിയിരുന്നു. പക്ഷേ അവൾ അവളുടെ കാമുകനൊപ്പം ഒളിച്ചോടി പോകുന്നെന്ന് ലെറ്റർ എഴുതി വെച്ചതുകൊണ്ട് നമ്മളത് കാര്യമായിട്ട് അന്വേഷിച്ചില്ല. കുറെ നാൾ കഴിഞ്ഞതും ആ പെൺകുട്ടിയുടെ ഫോണും സ്വിച്ച് ഓഫ് ആയി, അവളെ വിളിച്ചുകൊണ്ടുപോയ ആ പയ്യന്റെ ഫോണും സ്വിച്ച് ഓഫ് ആയി എന്നുള്ള കാര്യം പോലീസ് ഇൻസ്പെക്ടർ പറയുന്നു. ആ പെൺകുട്ടിയെ കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന ആളിന്റെ നമ്പരും ജയകൃഷ്ണൻ വാങ്ങുകയാണ്. എന്നാൽ നമ്പറിന്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുന്ന സമയത്ത് കേരളത്തിലുള്ള സിന്ധു എന്ന പെൺകുട്ടിയുടെ അഡ്രസ്സാണ് കാണിക്കുന്നത്. അങ്ങനെ സിന്ധുവിന്റെ അഡ്രസ്സിൽ വന്ന് അന്വേഷിക്കുന്ന സമയത്ത് 1 വർഷം മുൻപ് സിന്ധു ലെറ്ററും എഴുതി വെച്ച് ആരെയും കൂടെ ഒളിച്ചോടി പോയി എന്നാണ് അറിയുവാൻ കഴിഞ്ഞതും.
അതോടുകൂടി ജയകൃഷ്ണന് വല്ലാത്ത കൺഫ്യൂഷൻ ആകുവാനായും തുടങ്ങി. ഓരോ പെൺകുട്ടികളെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്തും ഓരോരുത്തരും ലെറ്ററും എഴുതി വെച്ച് ആര്യെ കൂടെ പോയി. പിന്നീട് അവരുടെ ഒരു വിവരവുമില്ല എന്നാണല്ലോ അറിയുവാനായി കഴിഞ്ഞതും. എന്തൊക്കെയോ സംശയം ജയകൃഷ്ണൻ തോന്നുന്നു. ഈ കാണാതെ പോയ പെൺകുട്ടികളെല്ലാം ഒന്നുകിൽ വിധവയായിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്തവർ, അല്ല എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ആയിട്ടുള്ള സ്ത്രീകൾ. ഈ കാറ്റഗറിയിൽ വരുന്ന സ്ത്രീകളെയാണ് കാണാതെ പോയിട്ടുള്ളതും. ഇപ്പോൾ ഒരു കേസ് നടക്കുന്നത് കേരളത്തിലാണെങ്കിലോ മറ്റൊരു കേസ് നടക്കുന്നത് തമിഴ്നാട്ടിലായിരിക്കും. ഇങ്ങനെ സ്ഥലങ്ങൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. മാത്രവുമല്ല, കാണാതായ സ്ത്രീകളുടെയൊക്കെ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അതൊരു ഗ്യാങ് അല്ല ചെയ്തിരിക്കുന്നത്, അതൊരൊറ്റ വ്യക്തി ചെയ്തതാണെന്നും ജയകൃഷ്ണന് മനസ്സിലായി. ഈ ഒരു കാര്യം തന്റെ ഉയർന്ന ഉദ്യോഗസ്ഥനെ ജയകൃഷ്ണൻ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. 2012 ജയകൃഷ്ണൻ ഇത് കണ്ടുപിടിച്ചതെങ്കിലും സ്ത്രീകളെയൊക്കെ കാണാതാകാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. എന്നാൽ മറ്റൊരു വശത്ത് യഥാർത്ഥ സൈക്കോയെ കാണിക്കുന്നു. സ്റ്റാൻലിയാണ് ആ ഒരു സൈക്കോ. സ്ത്രീകളെ എല്ലാവരെയും കടത്തിക്കൊണ്ടു പോകുന്നത് സ്റ്റാൻലി തന്നെയാണ്. സ്റ്റാൻലിയുടെ പ്ലാൻ എന്തെന്നാൽ പല പല സ്ഥലങ്ങളിൽ ചെന്ന് പല പല പേരുകളിൽ ഓരോ സ്ത്രീകളെയും പരിചയപ്പെടും. ആ സ്ത്രീകൾ എങ്ങനത്തെ എന്നാൽ ഒന്നുകിൽ വിഡോ ആയിരിക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ആയത്, ഇല്ല എന്നുണ്ടെങ്കിൽ കല്യാണപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാത്തത്. ഈ 3 കാറ്റഗറിയിൽ വരുന്ന സ്ത്രീകളെയൊക്കെ സെലക്ട് ചെയ്ത് അവരെ പ്രണയിക്കും. എന്നിട്ട് അവരെ കല്യാണം കഴിക്കാമെന്ന പേരിൽ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടു പോകും. വിളിച്ചിറക്കുന്നതിന് മുൻപ് സ്ത്രീകളെ കൊണ്ട് ഒരു ലെറ്ററും എഴുതി വെപ്പിക്കുന്നു. എന്നിട്ടാണ് അവരെ കൊണ്ടുപോകുന്നതും. നേരെ കൊണ്ടുവരുന്നത് ലോഡ്ജിലേക്കായിരിക്കും. അവിടെ വെച്ച് പരിപാടിയെല്ലാം കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് അവർക്കൊരു ഗുളിക കൊടുക്കും. സ്റ്റാൻലി അവർക്ക് കൊടുക്കുന്നത് ഗർഭനിരോധന ഗുളികയാണ്. കല്യാണം കഴിഞ്ഞ ഉടനെ ഇന്ന് നമുക്ക് കുട്ടികൾ വേണ്ട, പതിയെ മതി, ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് മതിയെന്നാണ് സ്റ്റാൻലി അവരെ പറഞ്ഞു മയക്കുന്നതും. സ്റ്റാൻലി പറയുന്ന മധുര വാക്കുകളിൽ മയങ്ങിയ സ്ത്രീകൾ ഗുളിക കഴിക്കുവാനായും തീരുമാനിക്കുന്നു. അങ്ങനെ അവരെയും കൊണ്ട് നേരെ വരുന്നത് ഏതെങ്കിലും ബസ് സ്റ്റാൻഡിലേക്കാണ്. എന്നിട്ട് അവിടുത്തെ പബ്ലിക് ബാത്റൂമിൽ അവരെ കയറ്റും. എന്നിട്ട് പറയുന്നത് ഈ ഗുളിക കഴിച്ചാൽ ചിലപ്പോൾ വൊമിറ്റിംഗ് ഉണ്ടാകും, അതുകൊണ്ട് തന്നെ ഗുളിക കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കുക, അപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടാണ് ഗുളികയും കൊടുത്ത് അവരെ പബ്ലിക് ടോയ്ലറ്റിലേക്ക് കയറ്റിവിടുന്നതും. ഈ സ്ത്രീകളൊക്കെ ടോയ്ലറ്റിൽ കയറിയിട്ട് ഗുളിക കഴിക്കും. എന്നാൽ ഗുളിക കഴിച്ചതും അവർ മരണപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നതും. കാരണം എന്തെന്നാൽ ആ ഗുളികയിൽ സൈനൈഡ് കലർത്തിയിരുന്നു ഈ സ്റ്റാൻലി. അതൊന്നും അറിയാതെയാണ് അവർ ഗുളിക കഴിച്ച് മരണപ്പെടുന്നതും. അടുത്ത ദിവസം ഈ സ്ത്രീകളുടെ മരണവാർത്തയെല്ലാം കേട്ട് സന്തോഷിക്കുകയാണ് സ്റ്റാൻലി. എന്നിട്ട് സ്റ്റാൻലി നേരെ വരുന്നത് തനിക്കായിട്ട് രഹസ്യമായിട്ടൊരു വീടുണ്ട്, ആൾവാസമില്ലാത്തൊരു വീട്. ആ വീട്ടിൽ വന്നിട്ട് ഏതൊക്കെ സ്ത്രീകളെ കൊന്നിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും ചിത്രവും വരച്ച് സൂക്ഷിക്കുകയാണ് സ്റ്റാൻലി. അങ്ങനെ ഒരു സൈക്കോയാണ് ഈ സ്റ്റാൻലി. മറ്റൊരു വശത്ത് കാണാതെ പോയ സ്ത്രീകളെ കുറിച്ചൊക്കെ അന്വേഷിക്കുകയാണല്ലോ ജയകൃഷ്ണൻ. അപ്പോൾ ഒരു നമ്പറിന്റെ ഡീറ്റെയിൽസ് എടുക്കുന്ന സമയത്ത് സരോജ എന്ന സ്ത്രീയുടെ അഡ്രസ്സ് കാണിക്കുന്നു. തമിഴ്നാട്ടിലായിരുന്നു കാണിച്ചതും. ഉടനെ തന്നെ ജയകൃഷ്ണൻ തമിഴ്നാട്ടിലേക്ക് പോകും. അവിടെ ഉണ്ടായിരുന്നതോ സരോജയുടെ മകനാണ്. എന്റെ അമ്മയുടെ നമ്പറാണിത്, പക്ഷേ ഫോൺ മിസ്സായി, പഴയ മോഡൽ ഫോൺ ആയതുകൊണ്ടാണ് പിന്നീട് കേസ് കൊടുക്കാനൊന്നും പോകാത്തതെന്നും സരോജയുടെ മകൻ പറയുന്നു. എന്നാൽ ജയകൃഷ്ണൻ നേരെ പോകുന്നത് തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥനെ കാണുവാൻ വേണ്ടിയിട്ടാ. കാരണം എന്തെന്നാൽ ഈ കേസുകളെല്ലാം നടക്കുന്നത് കേരള, തമിഴ്നാട് എന്നിങ്ങനെയാണല്ലോ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പോലീസുകാർ മാത്രം അന്വേഷിച്ചാൽ പോരാ, തമിഴ്നാട്ടിലെ പോലീസുകാരുടെ സഹായം കൂടി തേടാമെന്നും ജയകൃഷ്ണൻ തീരുമാനിക്കുന്നു. അങ്ങനെ തമിഴ്നാട് ബോർഡറിലുള്ള പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ ജയകൃഷ്ണൻ എത്തിയിരിക്കുന്നത്. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥനോട് കാര്യം പറയുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ചിലെ SI ഉണ്ട്. SIയോട് കാര്യം പറഞ്ഞ സമയത്ത് SIക്ക് ഈ കേസിനോട് നല്ല ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ പുള്ളിക്കാരനും നിങ്ങളുടെ ഒരു ഗ്യാങ്ങിൽ ജോയിൻ ചെയ്യുവാനായിട്ട് തയ്യാറാണെന്നും ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. അപ്പോഴാണ് യഥാർത്ഥ സ്പെഷ്യൽ ബ്രാഞ്ചിലെ SIയെ കാണിക്കുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ സൈക്കോ കില്ലറായ സ്റ്റാൻലി ദാസ് തന്നെയാണ്. ജയകൃഷ്ണന് മുന്നിലേക്ക് സ്റ്റാൻലി ദാസ് വരികയാണ്. സ്റ്റാൻലിയാണ് യഥാർത്ഥ സൈക്കോ എന്നുള്ള കാര്യം നമുക്കറിയാം, പക്ഷേ ജയകൃഷ്ണൻ അതറിയത്തില്ല. അങ്ങനെ ജയകൃഷ്ണനൊപ്പം ചേർന്ന് സ്റ്റാൻലി അന്വേഷണവും ആരംഭിക്കുന്നു. യഥാർത്ഥ കില്ലറായിട്ടുള്ള സ്റ്റാൻലിയും പോലീസ് ഉദ്യോഗസ്ഥനായ ജയകൃഷ്ണൻ ചേർന്ന് സൈക്കോ കില്ലറിനെ അന്വേഷിക്കുകയാണ്. ഇതുവരെയും കാണാതായ സ്ത്രീകളെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നു. അതിൽ കുറച്ച് സ്ത്രീകളുടെയൊക്കെ ഡെഡ് ബോഡിയും കിട്ടിയിട്ടുണ്ടല്ലോ. ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിന്റെ അടുത്തേക്ക് അന്വേഷിക്കുന്ന സമയത്താണ് ഈ സ്ത്രീകളൊക്കെ മരിക്കുന്നതിന് മുൻപ് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അവരുടെ ദേഹത്തെ ലവ് ബൈറ്റൊക്കെ വെച്ച് സ്ത്രീകളുടെ സമ്മതത്തോടു കൂടിയാണ് ആ ഒരു ബന്ധം നടന്നിരിക്കുന്നതും. ആ ഒരു ബന്ധത്തിന് ശേഷം ഗർഭനിരോധന ഗുളികയും കഴിച്ചിട്ടുണ്ട്. ആ ഗുളികയ്ക്കകത്ത് സൈനൈഡ് ചേർത്തിരുന്നത് കൊണ്ടാണ് സ്ത്രീകളൊക്കെ മരണപ്പെട്ടതും. മാത്രവുമല്ല, മരിച്ചു കിടക്കുന്ന സ്ത്രീകളുടെ അടുത്തു നിന്നും ഗുളികയുടെ പാക്കറ്റും കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഡോക്ടർ പറയുന്നു. എന്നിട്ട് ഡെഡ് ബോഡിക്ക് അടുത്ത് നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ ജയകൃഷ്ണനും പോലീസ് ഉദ്യോഗസ്ഥർക്കും കാണിച്ചു കൊടുക്കും. സാധനങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുകയാണ് ജയകൃഷ്ണനും അസിസ്റ്റന്റും. അതിൽ സ്ത്രീകളുടെ കുറെ സാധനങ്ങളും പിന്നീടുണ്ടായിരുന്നത് ഗുളിക കവറും ഒരു സേഫ്റ്റി പിന്നുമാണ്. സേഫ്റ്റി പിന്ന് എടുത്തു പറയാൻ കാരണം ആ സേഫ്റ്റി പിന്ന് സാധാരണ സ്ത്രീകൾ ഉപയോഗിക്കുന്നതായിരുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ നെയിം പ്ലേറ്റ് കുത്തുവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതായിരുന്നു. മാത്രവുമല്ല, ആ ഒരു പിന്നിന്റെ ഒരു ഭാഗത്തു നിന്നും ചെറിയ കാക്കിയുടെ ഒരു പീസും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ കൊലയാളിയുടെ ഒരു ഫിംഗർ പ്രിന്റ് പോലും ആ ഒരു സാധനങ്ങളിൽ നിന്നൊന്നും കണ്ടെത്തുവാനായും കഴിഞ്ഞിരുന്നില്ല.
മാത്രമല്ല ആ സാധനങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരു പേപ്പറും കിട്ടുന്നു. എന്നാൽ ആ പേപ്പറിൽ സൈനൈഡിന്റെ പാർട്ടിക്കിൾസും ഉണ്ടായിരുന്നുവെന്ന് കണ്ടെത്തുകയാണ്. കാരണം എന്തെന്നാൽ എല്ലാ സ്ത്രീകൾക്കും സ്റ്റാൻലി ഗുളിക കൊടുക്കുന്നത് ചെറിയ പാക്കറ്റിലാക്കിയാണല്ലോ. എന്നാൽ ഒരു സ്ത്രീക്ക് മാത്രം ഒരു പേപ്പറിൽ പൊതിഞ്ഞാണ് ഗുളിക കൊടുത്തിരുന്നതും. ആ പേപ്പറാണ് ഇപ്പോൾ പോലീസുകാർക്ക് കിട്ടിയിരുന്നത്. അതുകൊണ്ടാണ് സൈനൈഡിന്റെ അംശവും കണ്ടെത്തുവാനായി കഴിഞ്ഞത്. എന്നാൽ ആ പേപ്പർ കണ്ടതും ജയകൃഷ്ണൻ നല്ല സംശയം തോന്നും. കാരണം എന്തെന്നാൽ പോലീസുകാർക്ക് ഒരു സ്പെഷ്യൽ ഡയറി ഉണ്ട്. ആ ഡയറിയിലെ പേപ്പറായിരുന്നു അവർക്കിപ്പോൾ കിട്ടിയിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ കൊലയാളി ഒരു പോലീസുകാരനാകാനാണ് സാധ്യത എന്നും ജയകൃഷ്ണൻ പറയുന്നു. ജയകൃഷ്ണൻ ഡോക്ടറിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സൈബർ സെല്ലിൽ നിന്നും ജയകൃഷ്ണന് കോള് വരുന്നത്. കാണാതായവരിൽ നിന്നും ശരണ്യ എന്ന പെൺകുട്ടിയുടെ ഫോൺ ഓൺ ആയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ജയകൃഷ്ണനോട് പറഞ്ഞതും. സൈബർ സെല്ലുകാർ പറഞ്ഞു കൊടുത്ത കറക്റ്റ് ലൊക്കേഷനിൽ എത്തുകയാണ് ജയകൃഷ്ണൻ. അവിടെ നിന്നുകൊണ്ട് ആ ഒരു നമ്പറിലേക്ക് കോള് ചെയ്യുന്നു. ബെല്ല് കേൾക്കുന്ന സ്ഥലത്തേക്ക് ജയകൃഷ്ണൻ എത്തുകയാണ്. അത് മണി എന്ന കോൺസ്റ്റബിളിന്റെ ക്വാർട്ടേഴ്സ് ആയിരുന്നു അത്. അപ്പോൾ മണിയാണോ ഇതിന് പിന്നിലെന്നും ജയകൃഷ്ണന് സംശയം തോന്നുന്നു. പോലീസുകാരെല്ലാവരും അവിടേക്ക് വരികയാണ്. അങ്ങനെ ഫോണും കണ്ടെത്തുന്നു. എന്നാൽ അവിടേക്ക് ഒന്നും അറിയാത്തതുപോലെ സ്റ്റാൻലി ഇറങ്ങി വരുന്നു. മണിയുടെ ക്വാർട്ടേഴ്സിന് മുകളിലായിട്ടാണ് സ്റ്റാൻലി താമസിക്കുന്നതും. എന്താ സാറേ, എന്താ പ്രശ്നമെന്ന് ചോദിച്ച് ഒരു പാവത്തിനെ പോലെ സ്റ്റാൻലി അവിടെ വന്ന് നിൽക്കുന്നു. സത്യത്തിൽ ഇതൊക്കെ സ്റ്റാൻലിയുടെ പ്ലാനാ. തന്നെ ആരും സംശയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മണിക്ക് മേൽ ആ ഒരു സംശയം ഡൈവേർട്ട് ചെയ്ത് വിട്ടതും. താൻ വിചാരിച്ചതുപോലെ തന്നെ സക്സസ് ആയിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ശരണ്യയുടെ ഫോൺ മണിയുടെ വീട്ടിലെത്തിയതെന്ന് കാണിക്കുന്നതേയില്ല. അങ്ങനെ മണിയാണ് യഥാർത്ഥ സൈക്കോ കില്ലർ എന്ന് ജയകൃഷ്ണനും ടീമും ഉറപ്പിച്ചു. എന്നിട്ട് മണിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണവും ആരംഭിച്ചു. ഈ അന്വേഷണത്തിലൊക്കെ അവർക്കൊപ്പം കൂടുകയാണ് സ്റ്റാൻലിയും. ഒന്നും അറിയാത്ത പാവത്തിനെ പോലെ ഓരോ അഭിപ്രായങ്ങളൊക്കെ സ്റ്റാൻലിയും പറയുന്നുണ്ട്. പക്ഷേ എത്ര തന്നെ അന്വേഷിച്ചിട്ടും മണിയെ കണ്ടുകിട്ടുന്നതേയില്ല. കാരണം എന്തെന്നാൽ സത്യത്തിൽ ഈ സ്റ്റാൻലി മണിയെ കൊന്നു. ആരും അറിയാതെ നൈസായിട്ട് ഒരു കാട്ടിൽ കൊണ്ടുവന്ന് കുഴിച്ചു മൂടുകയും ചെയ്തു. മണിയുടെ ഫോണും മണിയുടെ വീട്ടിൽ തന്നെയുണ്ട്. നമ്പർ ട്രേസ് ചെയ്ത് പോകുവാനായി നോക്കിയിട്ടും അതും പോലീസുകാർക്ക് നടക്കുന്നതേയില്ല. മകനായിരിക്കാം ഫോൺ ഓണാക്കി വെച്ചതെന്നും ജയകൃഷ്ണൻ അങ്ങ് കരുതും. മണിയുടെ കേസ് എങ്ങുമെങ്ങും എത്താതായി പോയപ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥൻ ജയകൃഷ്ണന് മറ്റൊരു കേസ് കൊടുക്കുന്നു. ഇനി നീ ഇതങ്ങ് വിട്ടേരാ, കേരളത്തിൽ പോയി മറ്റൊരു കേസ് അന്വേഷിക്കണമെന്നും ഉയർന്ന ഉദ്യോഗസ്ഥൻ ജയകൃഷ്ണനോട് പറയും. അങ്ങനെ ജയകൃഷ്ണനാണെങ്കിലോ വീണ്ടും കേരളത്തിലെത്തി മറ്റൊരു കേസ് അന്വേഷിക്കുകയാണ്. പക്ഷേ എന്നാലും സൈഡിൽ കൂടി ഈ കാണാതെ പോകുന്ന സ്ത്രീകളുടെ കേസും ജയകൃഷ്ണൻ അന്വേഷിക്കുന്നുണ്ട്. ജയകൃഷ്ണൻ ഒരു വശത്ത് തനിക്ക് കിട്ടിയ കേസൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു വശത്ത് സ്റ്റാൻലി ഓരോ സ്ത്രീകളെയായിട്ട് കണ്ടുപിടിക്കുകയും അവരെയൊക്കെ പ്രണയിക്കുകയും കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ സ്റ്റാൻലി അടുത്തതായി കണ്ടെത്തിയിരിക്കുന്നത് അനു എന്ന സ്ത്രീയാണ്. അവരെയും കൊണ്ട് സ്റ്റാൻലി തന്റെ താവളത്തിലേക്ക് പോകുന്ന സമയം സ്റ്റാൻലിയോട് സ്റ്റാൻലിയുടെ നമ്പറൊക്കെ അനു ചോദിക്കുന്നുണ്ട്. എന്നാൽ സൈബർ സെൽ എപ്പോഴും ട്രേസ് ചെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ സ്റ്റാൻലി തന്റെ നമ്പറൊന്നും കൊടുക്കുവാനായി കൂട്ടാക്കുന്നതേയില്ല. എന്നാൽ ഒരു മെഡിക്കൽ ഷോപ്പ് എത്തിയപ്പോൾ സ്റ്റാൻലി കാർ നിർത്തും. താൻ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സ്റ്റാൻലി പോയി തക്കം നോക്കി അനു ആണെങ്കിലോ കാറിന്റെ ഡാഷ്ബോർഡ് തുറന്നു. അപ്പോൾ അതിൽ ഒരുപാട് ഫോൺ കിടക്കുന്നതും അനു കാണും. അതിലൊരു ഫോൺ എടുത്ത് അനു സ്വിച്ച് ഓൺ ആക്കുന്നു. എന്നിട്ട് തന്റെ മൊബൈൽ നമ്പറിലേക്ക് ഒരു മിസ് കോൾ കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് അത് ഓഫാക്കിയും വെക്കുന്നു. സത്യത്തിൽ സ്റ്റാൻലിയുടെ നമ്പറിന് വേണ്ടിയിട്ടാണ് അനു അങ്ങനെ ചെയ്തത്. ആ കിടക്കുന്ന ഫോണുകളെല്ലാം ഇതുവരെയായിട്ടും കൊല ചെയ്യപ്പെട്ട സ്ത്രീകളുടേതായിരുന്നു. പക്ഷേ അതൊന്നും അനുവിന് അറിയത്തില്ലല്ലോ. സ്റ്റാൻലിയുടേതാണെന്ന് പറഞ്ഞാണ് അനു തന്റെ നമ്പറിലേക്ക് മിസ്ഡ് കോൾ കൊടുത്തതും. എന്നാൽ സൈബർ സെല്ലുകാരാണെങ്കിൽ ഇതുവരെയായിട്ടും കാണാതെ പോയ സ്ത്രീകളുടെ എല്ലാ നമ്പർ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഒരു നമ്പർ ഓണായതും. ഉടനെ തന്നെ അവർ അത് ചെക്ക് ചെയ്ത് നോക്കും. ആ ഓണായ നമ്പറിൽ നിന്നും മറ്റൊരു നമ്പറിലേക്ക് മിസ്ഡ് കോൾ പോയതും അവർ മനസ്സിലാക്കുന്നു. രണ്ട് നമ്പറിന്റെയും ഡീറ്റെയിൽസ് എടുക്കുകയാണ്. ഒന്ന് അനുവിന്റെ ഡീറ്റെയിൽസ് ആയിരുന്നു, മറ്റൊന്ന് വനജ എന്ന സ്ത്രീയുടേതും. സൈബർ സെല്ലുകാർ അവർക്ക് കിട്ടിയ ഡീറ്റെയിൽസ് ജയകൃഷ്ണന് കൈമാറുന്നു. അങ്ങനെ ജയകൃഷ്ണൻ അടുത്ത ദിവസം നേരെ പോകുന്നത് അനുവിന്റെ വീട്ടിലേക്കാണ്. അനുവിന്റെ വീട്ടിലെത്തുമ്പോഴാണ് അനു ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ട വിവരം ജയകൃഷ്ണൻ അറിയുന്നത്. ഉയർന്ന ഉദ്യോഗസ്ഥന്റെ അനുമതിയോടുകൂടി ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. ഡോക്ടർ പറയുന്നത് അനുവിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുവാനായിട്ടുള്ള കാരണം ഒരു കെമിക്കലാണ്. ആ ഒരു കെമിക്കൽ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് പതിയെ പതിയെ ഹാർട്ട് ബീറ്റ് കുറയുന്നു. നാച്ചുറലായി ഹാർട്ട് അറ്റാക്ക് വരുത്തുവാനുള്ള പവർ ആ ഒരു കെമിക്കലിനുണ്ടെന്നും ഡോക്ടർ പറയുന്നു. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായില്ലേ? സ്റ്റാൻലി അപ്ഡേറ്റ് ആയിരിക്കുന്നു. ഗർഭനിരോധന ഗുളികയിൽ സൈനൈഡ് കലർത്തി സ്ത്രീകളെ കൊന്നുകൊണ്ടിരുന്ന സ്റ്റാൻലി ഇപ്പോൾ കെമിക്കൽ ഉപയോഗിച്ച് സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുത്തിയാണ് അവരെ കൊല്ലുന്നതും. എന്നാലും ഇതൊന്നും അറിയാതെ ജയകൃഷ്ണൻ സൈക്കോ മണിയാണെന്ന് കരുതി മണിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണവും നടത്തുന്നു. സത്യത്തിൽ സ്റ്റാൻലി ഈ ഒരു ടെക്നിക്ക് എങ്ങനെ കണ്ടുപിടിച്ചെന്നാൽ ഒരു ദിവസം സ്റ്റാൻലി ബൂത്തിൽ കയറിയിട്ട് താനൊരു ക്രൈം ത്രില്ലർ സിനിമ എടുക്കാൻ പോകുന്ന ഡയറക്ടറാണെന്ന് കള്ളം പറഞ്ഞ് ഫോറൻസിക് വിഭാഗം ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറിനെ വിളിക്കുന്നു. എന്നിട്ട് ഡോക്ടറിനോട് താനൊരു ഡയറക്ടറാണെന്നും സിനിമ എടുക്കാൻ പോകുന്നു എന്നൊക്കെ കള്ളം പറയുന്നു. തന്നെ പരിചയപ്പെടുത്തിയ ശേഷം സ്റ്റാൻലി ചോദിക്കുന്നത് നാച്ചുറലായിട്ട് ഹാർട്ട് അറ്റാക്ക് വരുത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കും. അങ്ങനെ ഒരു ഡോക്ടറാണെങ്കിലോ ഹാർട്ട് അറ്റാക്ക് വരുത്തുവാൻ പറ്റിയ കെമിക്കൽ പറഞ്ഞു കൊടുക്കുന്നു. ആ ഒരു കെമിക്കലാണ് സ്റ്റാൻലി ഇപ്പോൾ നടത്തുന്ന കൊലപാതകങ്ങൾക്കൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്.
അനുവിനെ ഏതോ പ്രത്യേകതരം കെമിക്കൽ യൂസ് ചെയ്ത് ഹാർട്ട് അറ്റാക്ക് വരുത്തിയാണ് കൊല ചെയ്തതെന്നുള്ള കാര്യം ജയകൃഷ്ണൻ സ്റ്റാൻലിയോട് പറയുന്നു. അത് കേട്ട സ്റ്റാൻലി ഒന്ന് അലർട്ടാവുകയാണ്. അന്നേ ദിവസം കൊല്ലുവാനായി വെച്ചിരുന്ന പെണ്ണിനെയും കൊല്ലത്തില്ല. എന്നാൽ കൊലപാതകം ഒരു ഹരമാക്കി വെച്ചിരുന്ന സ്റ്റാൻലി ആണെങ്കിൽ അത് നിർത്തുവാനായിട്ട് തീരുമാനിച്ചതുമില്ല. വേറെ ഏതെങ്കിലും വഴി കണ്ടെത്തണമെന്നും സ്റ്റാൻലി തീരുമാനിക്കുന്നു. കേസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ആകെ ടെൻഷനായ ജയകൃഷ്ണൻ ഇതുവരെയും കാണാതെ പോയ സ്ത്രീകളുടെ ഫോട്ടോസും അവരുടെ കേസ് ഫയലും ഒക്കെ എടുത്ത് വായിച്ചു നോക്കുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം ജയകൃഷ്ണൻ കണ്ടെത്തുന്നതും. മുൻപ് സരോജ എന്ന സ്ത്രീയുടെ വീട്ടിൽ പോയി അവരുടെ നമ്പർ ഓണായതിനെ കുറിച്ച് അന്വേഷിച്ചല്ലോ. എന്നാൽ ആ ഒരു നമ്പറിന്റെ ഡീറ്റെയിൽസിൽ ഒരു കാര്യം കൂടി ജയകൃഷ്ണൻ കണ്ടെത്തുകയാണ്. ആ ഒരു നമ്പർ ഇടയ്ക്കിടയ്ക്ക് തമിഴ്നാട്ടിൽ ഓണാകാറുണ്ട്. എന്നാൽ കേരളത്തിൽ വരുമ്പോൾ മാത്രം സ്വിച്ച് ഓഫ് ആകുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും എപ്പോഴും കാണിച്ചുകൊണ്ടിരുന്ന ആ ഒരു നമ്പറാണെങ്കിൽ കേരളത്തിൽ വരുമ്പോൾ മാത്രം എന്തുകൊണ്ട് സ്വിച്ച് ഓഫ് ആകുന്നു എന്ന സംശയം ജയകൃഷ്ണനുണ്ടാകുന്നു. അങ്ങനെ ജയകൃഷ്ണൻ നേരെ പോകുന്നത് സരോജയുടെ വീട്ടിലേക്കാണ്. സരോജയുടെ മകനോട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്താണ് ഒരു സത്യം സരോജയുടെ മകൻ തുറന്നു പറയുന്നത്. ആ നമ്പർ യഥാർത്ഥത്തിൽ തന്റെ അമ്മയുടേതല്ല, അത് തന്റെ സഹോദരിയുടേതാണ്. സഹോദരിയുടെ പേര് ദിവ്യ. അവൾ ഒരാളുമായി പ്രണയത്തിലായി. അയാൾക്കൊപ്പം ഒളിച്ചോടിപ്പോയി. എന്നാൽ അയാൾ അവളെ ചതിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അവൾ തിരികെ വന്നു. അപ്പോൾ അവളെ കൊണ്ട് മറ്റൊരാളെ വിവാഹം കഴിപ്പിച്ചു. ഇപ്പോൾ കുഞ്ഞുമായിട്ട് അവൾ സന്തോഷകരമായിട്ട് ജീവിക്കുകയാണ്. അവളുടെ ജീവിതത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് പേടിച്ചാണ് താൻ ആദ്യം പോലീസുകാർ വന്നപ്പോൾ ഈ കാര്യമൊന്നും പറയാത്തതെന്നും സരോജയുടെ മകൻ പറയുന്നു. അങ്ങനെ ജയകൃഷ്ണനാണെങ്കിലോ ദിവ്യയെക്കുറിച്ച് അന്വേഷിക്കുവാനായും തീരുമാനിച്ചു. ദിവ്യയുടെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ദിവ്യയാണെങ്കിലോ ആദ്യം ഒരു കാര്യവും പറയുവാനായിട്ട് തയ്യാറായതേയില്ല. തന്റെ ഭർത്താവ് അറിഞ്ഞു കഴിഞ്ഞാൽ തന്റെ ജീവിതത്തിനെ അത് ബാധിക്കുമോ എന്ന് പേടിച്ചാണ് അവൾ ഒന്നും തുറന്നു പറയാൻ കൂട്ടാക്കാത്തതും. എന്നാൽ ഒരു ഘട്ടത്തിൽ അവൾ എല്ലാ സത്യവും ജയകൃഷ്ണനോട് തുറന്നു പറയുന്നു. സത്യത്തിൽ ദിവ്യ പ്രണയിച്ചത് സ്റ്റാൻലിയാണ്. സ്റ്റാൻലി എല്ലാ സ്ത്രീകളെയും ചെയ്യുന്നത് പോലെ തന്നെയാണ് ദിവ്യയോടും കാണിച്ചത്. പരിപാടിയെല്ലാം കഴിഞ്ഞ് ദിവ്യയുടെ കയ്യിൽ ഗർഭനിരോധന ഗുളികയും കൊടുത്തിട്ട് അവളെയും കൊണ്ട് നേരെ വരുന്നത് ഒരു ബസ് സ്റ്റാൻഡിലേക്കാണ്. എന്നിട്ട് അവളോട് എല്ലാ സ്ത്രീകളോടും പറയുന്നത് പോലെ തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് മതി കുട്ടികൾ, ലൈഫ് ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോരെ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാൻലി ആ ഒരു ഗുളിക ദിവ്യയെ ഏൽപ്പിക്കുന്നതും. ഗുളിക കഴിച്ച ഉടനെയൊന്നും എഴുന്നേൽക്കരുത്, വൊമിറ്റിങ്ങിനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് മാത്രമേ ഇറങ്ങാവൂ എന്ന് പ്രത്യേകം സ്റ്റാൻലി പറയുന്നു. സ്റ്റാൻലി പറഞ്ഞതനുസരിച്ച് ഗുളികയുമായിട്ട് ദിവ്യ ടോയ്ലറ്റിനുള്ളിലേക്ക് കയറി. എന്നാൽ അവൾക്ക് ഗുളിക കഴിക്കുവാനായിട്ടുള്ള മനസ്സ് വന്നില്ല. കുഞ്ഞ് ജനിക്കുന്നെങ്കിൽ ജനിക്കട്ടെ എന്നതായിരുന്നു അവളുടെ മനസ്സിൽ. അങ്ങനെ അവൾ ഗുളിക അവിടെ ഉപേക്ഷിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്തോ സ്റ്റാൻലി അവിടെ കാണുന്നില്ല. സ്റ്റാൻലി തന്നെ ചതിച്ചു എന്ന് ദിവ്യ കരുതി. അങ്ങനെയാണ് അവൾ തിരികെ അവളുടെ നാട്ടിലേക്ക് വന്നതും. എന്നാൽ സ്റ്റാൻലി വിചാരിച്ചതോ ദിവ്യ മരിച്ചു എന്നാണ്. ഈ കാര്യങ്ങളെല്ലാം കേട്ട ജയകൃഷ്ണൻ അവന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട ഒരേ ഒരു പെണ്ണ് നീ മാത്രമാണെന്നും ദിവ്യയോട് പറയുന്നു. എന്നിട്ട് ഇതുവരെയായിട്ടും ആ കൊലയാളി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ദിവ്യയോട് സ്റ്റാൻലി തുറന്നു പറയും. അതെല്ലാം കേട്ട് ഷോക്കായി നിൽക്കുകയാണ് ദിവ്യ. എന്നിട്ട് മണിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇവനല്ലേ ആളെന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നായിരുന്നു ദിവ്യയുടെ മറുപടി. അത് കേട്ടതും ജയകൃഷ്ണൻ ഞെട്ടിപ്പോകും. കാരണം മണിയാണെന്ന് കരുതിയാണല്ലോ അവർ ഇത്രയും നാൾ കേസ് അന്വേഷിച്ചു കൊണ്ടിരുന്നതും. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ജയകൃഷ്ണൻ ചിന്തിച്ചിരിക്കും. അപ്പോഴാണ് ജയകൃഷ്ണൻ ഒരു ഐഡിയ തോന്നുന്നത്. യഥാർത്ഥത്തിൽ സൈക്കോയെ ആകെ കണ്ടിട്ടുള്ളത് ദിവ്യ മാത്രമാണ്. അപ്പോൾ ദിവ്യ ഉപയോഗിച്ച് ആ ഒരു സൈക്കോയുടെ സ്കെച്ച് വരച്ചാലോ എന്നും ജയകൃഷ്ണൻ തീരുമാനിക്കുന്നു. ദിവ്യ അതിനായിട്ട് വിളിക്കുന്ന സമയത്ത് എന്റെ ഭർത്താവ് അറിഞ്ഞ്, അതുകൊണ്ട് ഇവിടെ വല്ലാത്ത പ്രശ്നമാണ്, എനിക്ക് വരാൻ താല്പര്യമില്ല, എന്നെ ഇനി ഒന്നിനും ബുദ്ധിമുട്ടിക്കരുത് എന്നായിരുന്നു ദിവ്യയുടെ മറുപടി. സത്യത്തിൽ അവളുടെ ഭർത്താവ് ഒന്നും അറിഞ്ഞിട്ടില്ല. ജയകൃഷ്ണൻ വഴി ദിവ്യയുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ സ്റ്റാൻലി ആണെങ്കിൽ ദിവ്യയുള്ള സ്ഥലം കണ്ടെത്തി അവിടെ എത്തുകയും ദിവ്യയുടെ കുഞ്ഞിനെ കൊല്ലുമെന്ന് വിരട്ടിയത് കൊണ്ടാണ് ദിവ്യ ഒന്നും പറയുവാനായിട്ട് കൂട്ടാക്കാത്തതും. എന്നാൽ ജയകൃഷ്ണൻ അതൊന്നും അറിയത്തില്ലല്ലോ. ജയകൃഷ്ണനാണെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കും. അപ്പോഴാണ് ദിവ്യയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സൈക്കോ ബസ്സിൽ പോകാറുണ്ടെന്ന് ദിവ്യ പറഞ്ഞ കാര്യം ജയകൃഷ്ണൻ ഓർക്കുന്നതും. അങ്ങനെ ദിവ്യ പറഞ്ഞ ആ ഒരു റൂട്ടിലുള്ള ബസ്സുകാരെ എല്ലാവരെയും പിടിച്ച് ചോദ്യം ചെയ്യുകയാണ്. ദിവ്യയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഈ പെൺകുട്ടിക്കൊപ്പം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കണ്ടക്ടർ കൃത്യമായിട്ട് ആളിനെ കണ്ടു എന്നും ആളിനെ എനിക്ക് ഓർമ്മയുണ്ടെന്നും പറയും. അങ്ങനെ അയാളെ കൊണ്ടുപോയിട്ട് അയാൾക്ക് ഓർമ്മയുള്ള ആളിന്റെ സ്കെച്ച് വരച്ചെടുക്കുകയാണ്. അതേ സമയമായിരുന്നു ജയകൃഷ്ണനെ സ്റ്റാൻലി കോൾ ചെയ്യുന്നതും. എന്തായി ഈ കാര്യം, കൊലയാളിയെ കണ്ടെത്തിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ആളിനെ ഒരാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അത് അയാൾ യാത്ര ചെയ്തിരുന്ന ബസ്സിലെ കണ്ടക്ടറാണ്, ഇപ്പോൾ ആളിനെ കൊണ്ട് ഞാൻ സ്കെച്ച് വരപ്പിക്കുകയാണെന്നും ജയകൃഷ്ണൻ പറയുന്നു. അത് കേട്ടതും സ്റ്റാൻലി വല്ലാതെ ടെൻഷനാകുവാനായും തുടങ്ങി. തന്നെ തിരിച്ചറിഞ്ഞല്ലോ, താൻ പിടിക്കപ്പെട്ടല്ലോ എന്നൊക്കെയുള്ള ടെൻഷനായി. ഉടനെ തന്നെ തന്റെ താവളത്തിൽ പോയി തോക്കുമെടുത്തിട്ടാണ് ജയകൃഷ്ണനുള്ള ലൊക്കേഷനിലേക്ക് സ്റ്റാൻലി എത്തുന്നതും. സ്റ്റാൻലി അവിടേക്ക് എത്തുന്ന സമയത്ത് കണ്ടക്ടർ സ്റ്റാൻലിയെ കണ്ടതും എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയും. എന്നിട്ട് പെട്ടെന്ന് എന്തോ ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു. അപ്പോഴേക്കും സ്കെച്ചും വരച്ച് കംപ്ലീറ്റ് ആക്കി. സ്കെച്ച് കയ്യിൽ വാങ്ങുന്നത് വരെ സ്റ്റാൻലി നല്ല വിറയലായിരുന്നു.
കയ്യിൽ കിട്ടിയപ്പോഴാണ് ഒന്ന് സമാധാനമായത്. വേറെ ആരുടെയോ ചിത്രമാണ് വരച്ചു വെച്ചിരുന്നത്. ദിവ്യ ഇതിനു മുൻപ് മറ്റാർക്കൊപ്പമോ ബസ്സിൽ കറങ്ങുമായിരുന്നു. ആ ആളിന്റെ ചിത്രമാണ് ഇപ്പോൾ വരച്ചെടുത്തിരിക്കുന്നത്. ആ ഒരു സ്കെച്ച് കണ്ടതും സ്റ്റാൻലിക്ക് ഒരുപാട് സന്തോഷമായി. താൻ സേഫ് ആയല്ലോ എന്നാണ് സ്റ്റാൻലി ചിന്തിക്കുന്നതും. ജയകൃഷ്ണൻ ഉടനെ തന്നെ ആ ആളിന്റെ ഫോട്ടോ എല്ലാ സ്റ്റേഷനിലേക്കും ഫാക്സ് അയച്ചു കൊടുത്തിട്ട് ഈ ആളിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുന്നു എന്ന് നോക്കുവാനായിട്ടും പറയുന്നു. താൻ സേഫായി എന്ന് ചിന്തിച്ച് സ്റ്റാൻലി വീണ്ടും തന്റെ പഴയ പരിപാടികൾ തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു. അടുത്തതായിട്ട് സ്റ്റാൻലി കണ്ടെത്തിയിരിക്കുന്നതോ ഷൈനി എന്ന സ്ത്രീയാണ്. ഷൈനിയുടെ ഭർത്താവ് മരിച്ചുപോയി, ഒരു മകള് മാത്രമാണുള്ളത്. അങ്ങനെ ഷൈനിയും വളച്ചെടുത്ത് നേരെ വന്നിരിക്കുന്നത് ലോഡ്ജിലേക്കാ. ലോഡ്ജിൽ റൂം എടുത്ത് ഷൈനിക്കൊപ്പം പരിപാടി ആരംഭിക്കുവാനായി പോകുന്ന സമയം തന്നെയായിരുന്നു ആരോ കഥയിൽ നിന്ന് മുട്ടുന്നതും. കഥക് തുറന്നു നോക്കുമ്പോൾ അത് റിസപ്ഷനിസ്റ്റ് ആയിരുന്നു. സാറ് പോലീസാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെ മനസ്സിലായി എന്ന് സ്റ്റാൻലി ചോദിക്കും. സ്റ്റാൻലി ആകെ ടെൻഷനാകുവാനായും തുടങ്ങി. സാറ് റിസപ്ഷനിൽ വെച്ച് പേഴ്സ് എടുക്കുന്ന സമയത്ത് അതിൽ സാറിന്റെ യൂണിഫോം ഇട്ട ഫോട്ടോ കണ്ടിരുന്നു. അപ്പോഴാ സാറ് പോലീസിലാണെന്ന് മനസ്സിലായത്. സാറേ, എനിക്കൊരു സഹായം ചെയ്യുമോ? എന്റെ മകളെ കാണാതായിട്ട് വർഷങ്ങളായി. പോലീസുകാരാണെങ്കിൽ ഇതുവരെയും കണ്ടെത്തിയതേയില്ല. ഞാൻ സ്റ്റേഷനിൽ കയറി ഇറങ്ങി മടുത്തു. സാറ് പോലീസിലല്ലേ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ? എന്റെ മകളെ ഒന്ന് കണ്ടെത്താനായി സഹായിക്കുമോ എന്ന് പറഞ്ഞിട്ട് റിസപ്ഷനിസ്റ്റ് ആണെങ്കിലോ തന്റെ മകളുടെ ഫോട്ടോ സ്റ്റാൻലി ഏൽപ്പിക്കും. അകത്തേക്ക് വന്ന് റിസപ്ഷനിസ്റ്റ് കൊടുത്ത ഫോട്ടോ എടുത്ത് നോക്കുമ്പോഴാണ് സ്റ്റാൻലി ഞെട്ടിപ്പോകുന്നതും. അത് സിനിമയുടെ തുടക്കത്തിൽ സ്റ്റാൻലി കൊന്ന ദീപയുടെ ഫോട്ടോയായിരുന്നു. അത് കണ്ടതും സ്റ്റാൻലിക്ക് എന്തൊക്കെയോ വശപ്പിച്ചത് തോന്നും. ഉടനെ തന്നെ സ്റ്റാൻലി റിസപ്ഷനിസ്റ്റിനെ കാണുവാനായിട്ട് താഴേക്ക് വരും. പക്ഷേ അവിടെ ആരുമില്ലായിരുന്നു. അതേ സമയത്തായിരുന്നു ജയകൃഷ്ണൻ അവിടേക്ക് കയറി വരുന്നതും. ജയകൃഷ്ണൻ സ്റ്റാൻലിയെ കണ്ടതും എന്താ ഇവിടെ എന്ന് ചോദിക്കും. എന്നാൽ സ്റ്റാൻലി ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം പറയുന്നു. എന്റെ മേലുദ്യോഗസ്ഥനാണെങ്കിൽ ഒരു സ്ത്രീയെ കൊണ്ട് ഇവിടെ വന്നിരിക്കുക, അതുകൊണ്ട് കൂട്ടിന് ഞാൻ വന്നതാണെന്നും സ്റ്റാൻലി കള്ളം പറയും. എന്താണ് സാർ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ ആ ഒരു പഴയ കേസിനെ സംബന്ധിച്ച് വന്നതാ. ആ ഒരു കില്ലറിന്റെ സ്കെച്ച് ഞാൻ നിങ്ങൾക്കൊന്ന് തന്നില്ലായിരുന്നോ? അത് കയ്യിലുണ്ടോ എന്ന് ജയകൃഷ്ണൻ ചോദിക്കുന്നു. ഇല്ല എന്നായിരുന്നു സ്റ്റാൻലിയുടെ മറുപടി. എന്നാൽ എന്റെ കയ്യിൽ ഒരു കോപ്പിയുണ്ട്, ഇത് വെച്ചോ. കൊലയാളിയെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആളിന് നാളെ എൻക്വയറി ചെയ്യുവാനായിട്ട് നിങ്ങളും വരണമെന്ന് സ്റ്റാൻലിയോട് പറയും. അങ്ങനെ സ്റ്റാൻലി ആണെങ്കിൽ ഓക്കെ വരാമെന്ന് പറഞ്ഞിട്ട് തന്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ വിളിക്കുമെന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറി പോകുന്നു. സ്റ്റാൻലി സ്റ്റെപ്പ് കയറുവാനായി തുടങ്ങിയ സമയം തന്നെയായിരുന്നു സ്റ്റാൻലി സ്ത്രീകളെയൊക്കെ കൊല്ലുന്നതിന് മുൻപായിട്ട് ഒരു തമിഴ് സോങ് ഇടും. ആ സോങ് അവിടെ കേൾക്കുവാനായും തുടങ്ങി. അത് പ്ലേ ചെയ്തത് സത്യത്തിൽ ജയകൃഷ്ണനായിരുന്നു. പാട്ട് കേട്ട ഉടനെ തന്നെ സ്റ്റാൻലി തന്റെ കൈവശം ജയകൃഷ്ണൻ കൊടുത്ത ആ ഒരു ചിത്രം ഓപ്പണാക്കി നോക്കും. അപ്പോൾ കാണുന്ന കാഴ്ച അത് സ്റ്റാൻലിയുടെ ചിത്രം തന്നെയാണ്. അതും സ്റ്റാൻലി ഓരോ സ്ത്രീകളെയൊക്കെ കൊന്നു കഴിഞ്ഞതിന് ശേഷം ഒരു ഡയറിയിൽ അവരുടെ ചിത്രം വരച്ചു വെക്കില്ലേ, അതേ ഡയറി പേപ്പറിൽ തന്നെയാണ് സ്റ്റാൻലിയുടെ ചിത്രവും വരച്ചു വെച്ചിരിക്കുന്നത്. സ്റ്റാൻലി ഉടനെ തന്നെ പാട്ട് കേട്ട സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ കാണുന്ന കാഴ്ച അവിടെ ഇരിക്കുന്ന ജയകൃഷ്ണനെയാണ്. ജയകൃഷ്ണൻ എല്ലാ സത്യവും അറിഞ്ഞുവെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ജയകൃഷ്ണനെ കൊല്ലുവാനായിട്ട് സ്റ്റാൻലി ശ്രമിക്കും. എന്നാൽ ജയകൃഷ്ണനാണെങ്കിൽ ഒരു ഘട്ടത്തിൽ സ്റ്റാൻലിയെ കീഴ്പ്പെടുത്തുകയാണ്. സത്യത്തിൽ ഈ ജയകൃഷ്ണൻ എങ്ങനെയാണ് സ്റ്റാൻലിയാണ് ഇതിന് പിന്നിലെന്ന് അറിഞ്ഞെന്നാൽ സത്യത്തിൽ ആ ഒരു കണ്ടക്ടറിനെ കൊണ്ട് ചിത്രം വരപ്പിച്ചായിരുന്നല്ലോ. ദിവ്യ ആ ഒരു സ്കെച്ച് കാണിച്ചപ്പോൾ ഇതാണ് തന്നോടൊപ്പം വന്നുണ്ടായിരുന്ന ആളെന്നും ദിവ്യ തിരിച്ചറിഞ്ഞിരുന്നു. മാത്രമല്ല സ്റ്റാൻലിക്ക് ഏറ്റവും ഇഷ്ടം ആ ഒരു തമിഴ് പാട്ടാണെന്നും പറഞ്ഞു കൊടുത്തത് ദിവ്യ തന്നെയായിരുന്നു. സത്യമെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം പതിയെ പതിയെ ജയകൃഷ്ണൻ സ്റ്റാൻലിയെ നിരീക്ഷിക്കുവാനായും തുടങ്ങി. എന്നാൽ ഇതൊന്നും അറിയാതെ സ്റ്റാൻലി തന്റെ പഴയ പരിപാടി തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. സ്റ്റാൻലിയെ ഫോളോ ചെയ്ത് സ്റ്റാൻലിയുടെ രഹസ്യ സംഗീതവും ജയകൃഷ്ണൻ കണ്ടെത്തി. സ്റ്റാൻലി ഇല്ലാത്ത തക്കം നോക്കി ആ ഒരു വീട് മുഴുവൻ പരിശോധിക്കുന്ന സമയത്താണ് സ്റ്റാൻലിയുടെ ഡയറി ജയകൃഷ്ണന് കിട്ടിയതും. അതിൽ ഓരോ സ്ത്രീകളെയും കൊന്നിട്ട് അവരുടെ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിരിക്കുന്നതാണെന്നും ജയകൃഷ്ണന് മനസ്സിലായി. അവസാനത്തെ പേജിൽ ജയകൃഷ്ണന്റെ ഫോട്ടോ തന്നെയായിരുന്നു സ്റ്റാൻലി വരച്ചു വെച്ചിരുന്നതും. അത് കണ്ടതും താനാണ് അടുത്ത ഇര എന്ന് ജയകൃഷ്ണന് മനസ്സിലായി. അങ്ങനെയാണ് ജയകൃഷ്ണൻ അതേ ഡയറി പേപ്പറിൽ തന്നെ സ്റ്റാൻലിയുടെ ചിത്രം വരച്ച് സ്റ്റാൻലിക്ക് കൊടുത്തിരിക്കുന്നതും. എന്നാൽ ഇവിടെ സ്റ്റാൻലിയും ജയകൃഷ്ണനും തമ്മിൽ വലിയ ഫൈറ്റ് നടക്കുകയാണ്. സ്റ്റാൻലി ഒരു ഘട്ടത്തിൽ ജയകൃഷ്ണനെ ലോക്ക് ചെയ്യും. ജയകൃഷ്ണനാണെങ്കിലോ ജീവന് വേണ്ടി പിടയുകയായിരുന്നു. അതേസമയം തന്നെ സ്റ്റാൻലിയുടെ തലയിൽ ആരോ വന്നടിക്കും. അത് മറ്റാരുമല്ല, റിസപ്ഷനിസ്റ്റ് ആയിരുന്നു. സത്യത്തിൽ അത് റിസപ്ഷനിസ്റ്റ് ഒന്നുമല്ല, ജയകൃഷ്ണന്റെ കൂടെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇവരുടെ പ്ലാൻ ആയിരുന്നു അത്. അങ്ങനെ അവസാനം തലക്കടിയേറ്റ് സ്റ്റാൻലി താഴേക്ക് വീഴും. സ്റ്റാൻലിയുടെ ബോധം മറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ജയകൃഷ്ണനാണെങ്കിൽ സ്റ്റാൻലിയെ വലിച്ചിഴച്ച് നേരെ കൊണ്ടുപോകുന്നത് സ്റ്റാൻലിയുടെ കാറിനടുത്തേക്കാണ്. എന്നിട്ട് അയാളുടെ കാറിന്റെ ഡിക്കിയിൽ തന്നെ സ്റ്റാൻലിയെ എടുത്തിടും. ആ കാറുമായിട്ട് നേരെ പോകുന്നത് സ്റ്റാൻലിയെ ജയകൃഷ്ണൻ കൊണ്ടുപോകുന്നത് കുഴിച്ചു മൂടാനാണോ എന്നറിയത്തില്ല. പക്ഷേ ഡിക്കിക്കുള്ളിൽ കിടക്കുന്ന സ്റ്റാൻലിക്ക് ജീവനുണ്ട്. രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് സ്റ്റാൻലി ശ്രമിക്കുകയാണ്. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.